നമ്മൾ കൺവെൻഷൻ യോഗങ്ങളിൽ ഈ ദിവസങ്ങളിലൊക്കെ പങ്കെടുക്കുകയാണ്. യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞു, വചനം വിതയ്ക്കുന്ന വിത്തുകാരൻ്റെ ഉപമ. അപ്പോൾ ആ വിതക്കാരൻ്റെ ഉപമയിൽ ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനടിയിൽ വീണു. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വചനം കേട്ടപ്പോൾ ചിലത് പള്ളിയിൽ തന്നെ വീണു, ചിലത് കാറിൽ വീണു, ചിലത് വഴിയരികിൽ വീണു, ചിലത് ലിഫ്റ്റിൽ വീണു. ഇനി എത്രയും വീട്ടിലെത്തി എന്നറിയില്ല. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ കൃത്യമായിട്ടും അതിൻ്റെ അർത്ഥവും ആഴവും നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഒരുമിച്ച് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നാണ്. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാർക്ക് ചാപ്റ്റർ 6 വേഴ്സസ് 35 മുതലാണ്. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം ഇന്ന് ഏവങ്കേലിയോനായി വായിച്ചപ്പോൾ ആ വേദഭാഗത്തു നിന്നും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്കൊന്ന് പോയി ചില കാര്യങ്ങൾ പറയാനാണ്, ധ്യാനചിന്തകൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വേദഭാഗം നമ്മൾ തുടങ്ങുന്നത് യേശു നസ്രയത്തിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാപ്റ്റർ 6 തുടങ്ങുന്നത്. യേശു നസ്രയത്തിൽ ചെന്നു. നസ്രയത്തിലേക്ക് മടങ്ങി വന്ന കർത്താവിനെ കണ്ടുകൊണ്ട് തൻ്റെ അയൽക്കാർ, തൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യർ യേശുവിനെക്കുറിച്ച് പറയുന്ന ഒരു പരാമർശമുണ്ട്. ഇങ്ങനെയാണ് അവർ യേശുവിനെക്കുറിച്ച് പറയുന്നത്: ഇവൻ യോസഫിൻ്റെ മകനല്ലേ, ഇവൻ തച്ചൻ്റെ മകനല്ലേ, ഇവൻ്റെ അമ്മ മറിയയല്ലേ, ഇവൻ്റെ സഹോദരൻ ഇന്നിന്നാരുകളല്ലേ, അതുകൊണ്ട് ഇവനെ ഞങ്ങൾക്കറിയാം, എന്നാൽ ഇവൻ എവിടെ നിന്നും ഈ ജ്ഞാനവും അറിവും എന്നൊക്കെ പറയുന്നു. എന്നാൽ 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവരുടെ അവിശ്വാസം ഹേതുവായി അവിടെ അവനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. നസ്രയത്തിൽ സ്വന്തക്കാരുടെ ഇടയിലേക്ക് യേശു തമ്പുരാൻ വരുമ്പോൾ യേശു ആരാണെന്ന് വളരെ വ്യക്തതയോടെ അറിയുന്നതായ വിശ്വാസ സമൂഹം അല്ലെങ്കിൽ അയൽക്കാർ, പക്ഷേ അവർക്ക് കർത്താവിൽ വിശ്വസിക്കാൻ കഴിയാതെ പോയതുകൊണ്ട് അവന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ വേദഭാഗത്തു നിന്നും ആദ്യത്തെ ഒരു ചിന്ത ഞാൻ പങ്കുവയ്ക്കട്ടെ. വിശ്വാസത്തിലെ വ്യക്തതയാണ് വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. വിശ്വാസത്തിലെ വ്യക്തതയാണ് വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. യേശു ആരാണെന്ന്, യേശു ആരുടെ മകനാണെന്നും യേശുവിൻ്റെ അമ്മ ആരാണെന്നും അവർക്കറിയാം. എന്നാൽ യേശു എന്തിനു വേണ്ടി ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് കൃത്യമായിട്ടും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. യേശുവിനെ അറിയാമെങ്കിലും യേശുവിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം നിമിത്തമാണ് കർത്താവിന് ഒന്നും ആ നാട്ടിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. പലപ്പോഴും കർത്താവിനെ പ്രവർത്തനരഹിതമാക്കുന്നത് നമ്മുടെ അവിശ്വാസങ്ങളാണ്. വി മേക്ക് ടു ഡീമോട്ടിവേറ്റ് ക്രൈസ്റ്റ്. കർത്താവ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ കർത്താവിൽ വിശ്വസിച്ചേ മതിയാകുകയുള്ളൂ. പലപ്പോഴും കർത്താവിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമായും കർത്താവിൻ്റെ പ്രവർത്തനത്തെ നിരർത്ഥകമാക്കുന്നതും നമ്മുടെ അവിശ്വാസങ്ങളാണ്. ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്, അവരുടെ അവിശ്വാസം നിമിത്തം അവന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കർത്താവിൻ്റെ പേരിൽ വേല ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. കർത്താവിൻ്റെ പേര് വിറ്റ് നമ്മൾ വേല ചെയ്യുന്നവരാണ്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നതായ സത്യം, ബിക്കോസ് ഓഫ് ദെയർ അൺബിലീഫ് ജീസസ് വാസ് നോട്ട് ഏബിൾ ടു ഡു എനി മിനിസ്ട്രി ഇൻ ഹിസ് ഹോം ടൗൺ എന്നാണ്. സ്വന്തം ഗ്രാമത്തിൽ, സ്വന്തം പട്ടണത്തിൽ ഒരു വേല പോലും ചെയ്യാൻ തനിക്ക് കഴിയാതെ പോയതിന് കാരണം ആ ജനത്തിന് കർത്താവിനെ പേര് കൊണ്ടറിയാമെങ്കിലും അതിലുപരിയായി അറിയത്തില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, ഇന്ന് നമുക്ക് ഈ ദൈവത്തെ അറിയാം എന്ന് പലപ്പോഴും നമ്മൾ അഭിമാനത്തോടെ ക്ലെയിം ചെയ്യാറുണ്ട്. എന്നാൽ കർത്താവിൻ്റെ പ്രവർത്തനത്തിന് നമ്മൾ തന്നെ പലപ്പോഴും തടസ്സമായി നിൽക്കാറുണ്ട്. പിന്നീട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ പേരിൽ ചില വേലകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്ന പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലൂടെ, സമൂഹത്തിലൂടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. സോ വി ബ്ലോക്ക് ക്രൈസ്റ്റ് ഫ്രം ബിക്കമിങ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ജീസസ്. യേശുവിൻ്റെ പ്രതിനിധികളായി തന്നെ പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ പ്രവർത്തനത്തിൻ്റെ തടസ്സങ്ങളായി മാറാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവിനെ സംബന്ധിച്ച് വ്യക്തതയുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിലേ, വിശ്വാസത്തിലൊരു വ്യക്തതയുണ്ടെങ്കിലേ
നമുക്ക് വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മറന്നു പോകരുത്. നമ്മളോട് വന്ന് ആരെങ്കിലും ഒരു വാക്ക് ചോദിക്കുകയാണ് എന്നിരിക്കട്ടെ. നാട്ടിൻ പുറത്തൊക്കെ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെയൊക്കെ ഭവനങ്ങളിലൊക്കെ വന്ന് ചോദിക്കും, സഹോദരി സഹോദര നീ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കും, അല്ലേ? സഹോദരി സഹോദര നീ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കും. ആദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പറയും പെട്ടതാണ്, എന്നേ പെട്ടതാണ്. വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ് ഇതേ ചോദ്യം നമ്മുടെ മുമ്പിൽ വരും. വീണ്ടും ചോദിക്കുകയാണ്, സഹോദരി സഹോദര നീ രക്ഷിക്കപ്പെട്ടതാണോ? അപ്പോൾ നമുക്കൊരു സംശയമുണ്ടായി, എൻ്റെ ദൈവമേ പെട്ടത് ശരിയാണോ? പെട്ടുപോയതാണോ? പെട്ടത് ശരിയാണോ? 3ാമത് ഒരിക്കൽ കൂടെ വരും, പറയും ദൈവാത്മാവിൽ ഞാൻ ചോദിക്കുന്നു നീ രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ? അവസാനം നമ്മൾ അടിയറവ് പറഞ്ഞു പറയും പെട്ടിട്ടില്ല, ഒന്ന് പെടുത്താമോ? പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ അവ്യക്തതകളാണ് പലപ്പോഴും വിശ്വാസ പോരാട്ടത്തിൽ നിന്ന് നമ്മളെ നിർജീവമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇഫ് വി വാണ്ട് ടു ടേക്ക് എ മൂവ്മെൻറ്റ് ഇൻ ഫെയ്ത്ത് വി നീഡ് ടു ഹാവ് എ ക്ലാരിറ്റി ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ അടിയുറയ്ക്കണമെങ്കിൽ, വിശ്വാസത്തിൽ മുന്നേറ്റങ്ങൾ സാധ്യമാകണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് വിശ്വാസത്തിൻ്റെ തെളിമയാണ്, തെളിച്ചങ്ങളാണ്, വ്യക്തതകളാണ്. അത് ഇല്ലാതെ പോയതാണ് ഇവിടെ കർത്താവിൻ്റെ പ്രവർത്തനത്തിൻ്റെ തടസ്സവും ആ പട്ടണം നന്നാകാതെ പോയതിന് കാരണവുമായി ഭവിക്കുന്നത്. ഒന്നാമത്തെ ചിന്തയായി എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ലെറ്റ് us ഹാവ് ദ ക്ലാരിറ്റി ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ വ്യക്തത ഉള്ളവരായി ഇരിക്കുക എന്നുള്ളത്. 2ാം ഭാഗം ഈ ദീർഘമായ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യേശു 12 തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുകയാണ്. ജീസസ് സെൻഡിങ് ദ 12 ഡിസൈപ്പിൾസ്. അടുത്തുള്ള ഗ്രാമങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും ഒക്കെ യേശു അവരെ അയക്കുമ്പോൾ യേശു ചില മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ പോകണമെന്ന് പറയുന്നുണ്ട്. പോകുന്ന വഴികളിൽ അവർക്ക് വേണ്ടതായ ഉപദേശം നൽകുമ്പോൾ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ പോകുമ്പോൾ കയ്യിൽ സഞ്ചിയും പൊക്കണവും ഒന്നും എടുക്കരുത്, ഭക്ഷണം പോലും എടുക്കരുത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കയ്യിൽ ഭാരമുള്ള ഒന്നും എടുക്കാതെ നിങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകണമെന്ന് 12 പറഞ്ഞയക്കുകയാണ്. 2ാമത്തെ ഒരു ചിന്ത എനിക്ക് പറയാനുള്ളത് ക്രിയേറ്റ് കമ്മ്യൂണിറ്റീസ് എന്നാണ്. ക്രിയേറ്റ് കമ്മ്യൂണിറ്റീസ്. എവിടെയാണ് കൊച്ചു സമൂഹങ്ങളെ സൃഷ്ടിക്കേണ്ടത്? യേശു 12 പറഞ്ഞയച്ചുകൊണ്ട്, ശിഷ്യന്മാരെ പറഞ്ഞയച്ചുകൊണ്ട് യേശു പറയുകയാണ്, നിങ്ങൾക്ക് ഉള്ള വീടുകളിലേക്ക് പോകണം. എവിടെയാണ് ഈ കമ്മ്യൂണിറ്റി ആദ്യം ഉണ്ടാകേണ്ടത്? വീടുകളിലാണ്. നമ്മുടെ വീടുകളിൽ തന്നെയാണ് കർത്താവിൽ വിശ്വസിക്കുന്ന കൊച്ചു കൂട്ടായ്മ സംഘങ്ങൾ ഉണ്ടാകേണ്ടത്. നമ്മുടെ വീടുകളിലാണ്, നമ്മുടെ കുടുംബങ്ങളിലാണ് ഈ വിശ്വാസ സമൂഹമായി രൂപപ്പെടേണ്ടത് എന്നുള്ളത്. പ്രിയപ്പെട്ട ദൈവജനമേ, വീടുകളുടെ വീണ്ടെടുപ്പാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക ആവശ്യം. വീടുകളുടെ വീണ്ടെടുപ്പാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക ആവശ്യം. റിഡംഷൻ ഓഫ് ദ ഫാമിലി ആൻഡ് റിഡംഷൻ ഓഫ് ദ ഹോംസ് ഈസ് വെരി എമർജൻറ്റ് ഇൻ ദിസ് ടൈം. വളരെയേറെ അത്യാവശ്യം നമ്മുടെ വീടുകളെ തിരിച്ചു പിടിക്കുക, നമ്മുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കുക, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു പിടിക്കുക. ഇന്ന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മുന്നോട്ട് വന്നിട്ട് തങ്ങളെ തന്നെ ദൈവവേലയ്ക്കും ശുശ്രൂഷയ്ക്കുമായി സമർപ്പിക്കുന്ന കാഴ്ച എത്രയോ ഹൃദയപൂർവ്വം ബലം നൽകുന്ന കാഴ്ചയായിരുന്നു. നമ്മുടെ വീടുകളാണ് വീണ്ടെടുക്കപ്പെടേണ്ടത്. നമ്മുടെ വീടുകളെ തിരിച്ചു പിടിക്കുവാൻ, കുടുംബങ്ങളെ തിരിച്ചു പിടിക്കുവാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, എന്താണ് കുടുംബം എന്ന് പറയുന്നത്? ഇന്ന് പലപ്പോഴും കുടുംബത്തെക്കുറിച്ചും കുടുംബ ദർശനത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ പ്രബലമാണ്. കുടുംബങ്ങൾ വേണ്ട എന്ന് ചിന്തിക്കുകയും കുടുംബങ്ങൾ ആവശ്യമില്ല എന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. പക്ഷേ എങ്ങനെയുള്ള കുടുംബങ്ങളാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്? ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്ന ദൈവിക അടിത്തറയുള്ള, പരസ്പര ഭിന്നിപ്പില്ലാതെ സമത്വത്തിൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായ കുടുംബങ്ങളാണ് ഉണ്ടാകേണ്ടത്. കുടുംബങ്ങൾ ഉണ്ടാകുന്നത് വിവാഹം എന്ന കൂദാശയിലൂടെയാണ്, അല്ലേ? എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും കല്യാണം കഴിച്ചവരുണ്ടല്ലോ. കല്യാണം കഴിച്ചവരല്ലേ? ആഹാ, നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് ഇങ്ങനൊരു സംഭവം നടന്നായിരുന്നു, അല്ലേ? വിവാഹം കഴിച്ചവരാണ്. വിവാഹ കൂദാശയിലൂടെയാണ് കുടുംബം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. ഒരിക്കൽ ഒരു യുവജനങ്ങളുടെ മീറ്റിങ്ങിൽ ഈ സാക്രമെന്റിനെ കുറിച്ച്, കൂദാശയെക്കുറിച്ച് പഠിപ്പിക്കാൻ പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, വാട്ട് ഈസ് ഹോളി മാട്രിമണി? എന്താണ് വിശുദ്ധ വിവാഹം?
നമ്മുടെ പിള്ളേരല്ലേ, നല്ല ബുദ്ധിയുള്ള പിള്ളേരാണ്. പല പല ഉത്തരം പറഞ്ഞു. അപ്പോൾ ഒരു ഉത്തരവും എനിക്ക് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു ചെറുക്കൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അച്ഛാ, ഹോളി മാട്രിമണി ഈസ് ദി മാറ്റർ ഓഫ് മണി. ഹോളി മാട്രിമണി ഈസ് ദി മാറ്റർ ഓഫ് മണി. നമ്മൾ എന്താണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അവൻ കാണുന്ന എല്ലാ കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് പലപ്പോഴും സമ്പത്താണ് എന്ന് തോന്നുകയാണ്. അതുകൊണ്ട് വീണ്ടെടുക്കേണ്ടത് ഈ കൊച്ചു സമൂഹത്തെയാണ്. ഏത് സമൂഹം? വീടെന്ന് പറയുന്ന സമൂഹത്തെ, കുടുംബം എന്ന് പറയുന്ന സമൂഹത്തെ നമുക്കൊന്ന് വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം വി ആർ ലിവിങ് ഇൻ ആൻ ഏജ് വെയർ ദ ഫാമിലി ഈസ് ആബ്സെൻസ്. ഈ കുടുംബങ്ങളില്ലാതാകുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ കുടുംബത്തിലെ ഒരുപാട് മൂല്യങ്ങളിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യം, ബിൽഡ് കമ്മ്യൂണിറ്റീസ് ഇൻ അവർ ഓൺ ഹോംസ്. നമ്മുടെ വീടുകളിൽ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാം. നമ്മുടെ വീടുകളിൽ പരസ്പര ധാരണയുള്ള, വിശ്വാസമുള്ള, പരസ്പരം അംഗീകരിക്കുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന, ആർക്കും ആരെയും കീഴ്പ്പെടുത്താത്ത ഒരു സമൂഹം ഉണ്ടാകണം, അല്ലേ? ഒരു സമൂഹം ഉണ്ടാകണം. ആരും ആരുടെയും കീഴിലല്ല. പരസ്പര വിശ്വാസത്തോടും ധാരണയോടും കൂടെ പരസ്പര ആളത്വങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഒരു കുടുംബങ്ങളായിരിക്കാൻ നമുക്ക് കഴിയട്ടെ. രണ്ടാമത്തെ കാര്യം അതാണ്, ക്രിയേറ്റ് കമ്മ്യൂണിറ്റീസ് ഇൻ യുവർ ഫാമിലീസ് ആൻഡ് ഇൻ യുവർ ഹോംസ് എന്നാണ്. 3, ഇവിടെ നമ്മൾ കാണുന്നതും യേശു കർത്താവിൻ്റെ ഒരു ശുശ്രൂഷയുടെ മധ്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാനെ തടവിലാക്കിയിരിക്കുന്നതായിട്ടുള്ള വാർത്ത യേശു കേൾക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യോഹന്നാൻ തടവിലായി എന്ന് യേശു കേട്ടപ്പോൾ യേശു പ്രസംഗിച്ചു തുടങ്ങി, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. സോ ദ ടൈം ഹാസ് കം, ദ കൈറോസ് ടൈം. ദൈവത്തിന്റെ സമയം വന്നിരിക്കുന്നു, കാലം തികഞ്ഞു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ വിളിച്ചു പറഞ്ഞത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ സമൂഹത്തിൽ തടവറകൾ ശക്തമാകുമ്പോഴാണ്. സുവിശേഷം എവിടെയാണ് പ്രസംഗിക്കേണ്ടത്? വേർ വി നീഡ് ടു preach the gospel. The gospel has to be preached in front of all structures that enslaves us. നമ്മളെ അടിമയാക്കുന്ന, നമ്മളുടെ മുമ്പിൽ തടവറകളായി നിൽക്കുന്ന എല്ലാ ഘടനകളും ശക്തി പ്രാപിക്കുമ്പോൾ നമ്മൾ ലോകത്തോട് വിളിച്ചു പറയേണ്ട ഒന്നാണ് സുവിശേഷത്തിൻ്റെ കാഹളം എന്ന് പറയുന്നത്. അതുകൊണ്ട് യേശു മനസ്സിലാക്കി യോഹന്നാൻ തടവിലായെന്ന്. യോഹന്നാൻ തടവിലായപ്പോഴാണ് യേശു പ്രസംഗിച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ യോഹന്നാൻ തടവിലായിരിക്കുന്നതിൻ്റെ കാരണം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് യോഹന്നാൻ തടവിലായിരിക്കുന്നത്? ഹെരോദാവിന് നേരെ വിരൽ ചൂണ്ടിയത് കൊണ്ടാണ്. ഹെരോദാവിൻ്റെ വഴിവഴച്ച ജീവിതം മനസ്സിലാക്കുന്ന പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ ഹെരോദാവിനെതിരെ സംസാരിച്ചപ്പോൾ തൻ്റെ അധികാരം ഉപയോഗിച്ച് യോഹന്നാനെ തടവിലാക്കിയിരിക്കുകയാണ്. പക്ഷേ കൊല്ലാനുള്ള ധൈര്യം ഇതുവരെ കിട്ടുന്നില്ല. ഒന്ന് കൊന്നു തീർക്കണമെന്നും ഉണ്ട്, തല കൊയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവനെ കൊല്ലാനുള്ള ധൈര്യം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നല്ലൊരു അവസരം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് വിരുന്നുവാഴികൾക്ക് വേണ്ടി തൻ്റെ മകൾ നൃത്തം ചവിട്ടുകയും നൃത്തം ചവിട്ടുന്നതിൻ്റെ അവസാനം യോഹന്നാൻ്റെ തല വേണമെന്ന് മകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. വെൻ ദ ഡാൻസ് ഈസ് നോട്ട് ബിക്കമിങ് സ്പിരിച്വൽ, ദ ഡാൻസ് ക്യാൻ ലീഡ്സ് ടു ഡെത്ത് എന്നാണ് പറയുന്നത്. ഇതാ, നൃത്തം ആത്മീയമല്ലാതെ പോകുമ്പോൾ, നൃത്തം ധാർമ്മികമല്ലാതെ പോകുമ്പോൾ നൃത്തം തന്നെ ഒരാളുടെ തലവൈ എടുക്കുന്നതിന് കാരണമാവുകയാണ്. അങ്ങനെ യോഹന്നാൻ്റെ തല കൈതാലത്തിൽ കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, തല കൊയ്യുന്ന ഹെരോദാക്കൾ അന്നും ഇന്നും ഉണ്ട്. ഇന്നും സമൂഹത്തിൽ തല കൊയ്യാൻ ശേഷിയുള്ളവരുണ്ട്. തടവറകളെ സൃഷ്ടിച്ച് അതിനുള്ളിലാക്കാൻ ധൈര്യമുള്ള ഒരുപാട് ശക്തി കേന്ദ്രങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എന്നാൽ എന്തുകൊണ്ടാണ് യോഹന്നാൻ ഇത് വന്നത്? യോഹന്നാൻ ഈ രാജാവിൻ്റെ അശുദ്ധിക്ക് നേരെ വിരൽ ചൂണ്ടിയത് കൊണ്ടാണ്. ഞാൻ മൂന്നാമത് പറയട്ടെ, ലെറ്റ് us confront ഹെരോദ് ഇൻ അവർ ഓൺ സെൽഫ്. നമ്മുടെ ഉള്ളിലുള്ള ഹെരോദാവിനെ നമ്മളൊന്ന് നേരിടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഉള്ളുകളിലൊക്കെ ചില ഹെരോദാക്കൾ ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അധാർമികതയുടെ ഹെരോദാക്കൾ, അധികാരത്തിൻ്റെ ഹെരോദാക്കൾ, അസന്മാർഗിക ജീവിതത്തിൻ്റെ ഹെരോദാക്കൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. Until we are not confronting that Herod, we will not able to move forward. നമുക്ക് മുന്നേറ്റം നടത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്നതായ ഹെരോദാവിനെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. Let us confront that Herod. ഈ ഉള്ളിലുള്ള ഹെരോദാവിനെ നമ്മളൊന്ന് പിടിച്ചടക്കണം. ഈ ഹെരോദാവിൻ്റെ മേൽ ജയം കൊണ്ടാടണം.
പുറത്ത് മാത്രമല്ല, അകത്തും ഹെരോദാവുണ്ട്. പുറത്തും യുദ്ധമുണ്ട്, അകത്തും പോരാട്ടമുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെ തല കൊയ്യുന്നവരുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, തലയെടുക്കുന്നവരുടെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, വിശ്വാസത്തിൻ്റെ പോരാട്ടം, മുന്നേറ്റം നടത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. ലെറ്റ് us look back to our wild nature. Let us look back to our wild nature. നമ്മുടെ ഉള്ളിലേക്ക്, മൃഗീയ അനുഭവങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുക്കമുണ്ടാകുന്നത്. ഇന്ന് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല. പണ്ടൊക്കെ കൺവെൻഷൻ യോഗങ്ങളിൽ മുഴങ്ങിക്കേട്ടിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത്: കർത്താവേ, പാപികൾ മാനസാന്തരപ്പെടണം, പിന്മാറ്റക്കാർ തിരിച്ചു വരുത്തണം, വിശ്വാസികൾ ഉറയ്ക്കണം. അല്ലേ? പഴയ കൺവെൻഷൻ പ്രാർത്ഥനയാണ്. പാപികൾ മാനസാന്തരപ്പെടണം, പിന്മാറ്റക്കാർ തിരിച്ചു വരണം, വിശ്വാസികൾ ഉറയ്ക്കണം. ഇപ്പോൾ ഈ പ്രാർത്ഥനയില്ല. കാരണം എല്ലാവരും വിശ്വാസത്തിൽ ഉറച്ചു കഴിഞ്ഞു. എല്ലാവരും വിശ്വാസത്തിൽ ഉറച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യവുമില്ല. വി ആർ നോട്ട് കൺഫ്രണ്ടിങ് ദ ഹെരോദ് വിതിൻ us. നമ്മുടെ ഉള്ളിലുള്ള ഹെരോദാവിനെ നമ്മളിങ്ങനെ താലോലിച്ച്, ഇഷ്ടപ്പെട്ട്, ലാളിച്ച് കൊണ്ട് നടക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ വെളിയിലുള്ള ഹെരോദാവിനെയും നമ്മൾ നേരിടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പോരാട്ട വീര്യം നഷ്ടപ്പെട്ട മനുഷ്യരാണ് നമ്മൾ. പോരാട്ട വീര്യം നഷ്ടപ്പെട്ട ആധ്യാത്മിക ജീവിതം നയിക്കുന്ന നമ്മൾ. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം ഇതാണ്: കൺഫ്രണ്ട് ദ ഹെരോദ് എന്നാണ്. നമ്മുടെ ഉള്ളിലെ ഹെരോദാവിനെ കൺഫ്രണ്ട് ചെയ്യണം എന്നുള്ളതാണ്. നാലാമത് ഒരു വാക്കൂടെ പറഞ്ഞ് എൻ്റെ സമയം തീരുകയാണല്ലോ, പൂർത്തീകരിക്കട്ടെ. യേശുതമ്പുരാൻ വീണ്ടും യാത്ര പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോഴാണ് വിശക്കുന്ന കുറേ മനുഷ്യർ തൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കും. തൻ്റെ വീട്ടിൽ, തൻ്റെ ഗ്രാമത്തിൽ അവർക്ക് യേശുവിനെ മനസ്സിലായില്ല. അവർ അവിശ്വാസമുള്ളവരായി തീർന്നു. ശിഷ്യന്മാരെ അവൻ പറഞ്ഞയച്ചു. ഹെരോദ് അനുഭവത്തിലായിരിക്കുന്ന യോഹന്നാൻ്റെ ദുഃഖ മരണം അവൻ കേൾക്കുകയാണ്. യേശു തീരുമാനിച്ചു ഇനിയും ജനത്തോടൊപ്പമുള്ള യാത്ര തുടരണം. അതുകൊണ്ട് അവൻ തന്നെ അനുഗമിക്കുന്ന ജനത്തിൻ്റെ വിശപ്പ് മനസ്സിലാക്കുകയാണ്. ഏറ്റവും വലിയ നേതാവിൻ്റെ നേതൃത്വ പാഠവമെന്ന് പറയുന്നത് തന്നെ അനുഗമിക്കുന്നവൻ്റെ അത്യാവശ്യം അറിയുക എന്നുള്ളതാണ്. തൻ്റെ അനുഗമിക്കുന്നവരുടെ അത്യാവശ്യങ്ങളെ അറിയുക എന്നുള്ളതാണ്. നമ്മളൊക്കെ വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്, വിവിധ ഓഫീസുകളിൽ പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ കീഴിൽ അനേക ജോലിക്കാരുണ്ടായിരിക്കാം, നമ്മുടെ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നവരുണ്ടായിരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട സെൻസ് എന്ന് പറയുന്നത് നമ്മളുടെ കീഴിലുള്ളവരും നമ്മളോടൊപ്പമുള്ളവരുടെയും വേദനയും വിഷമവും മനസ്സിലാക്കുക, ആവശ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. യേശു ഈ പുരുഷാരത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. യേശു ആ മനുഷ്യർക്കെല്ലാം ഭക്ഷണം വിളമ്പി, അവരെല്ലാം ഭക്ഷിച്ചു, അവർ തൃപ്തരായി. വേദപുസ്തകത്തിൽ പലപ്പോഴും അത്ഭുതമായിട്ട് നമ്മൾ പറയുന്ന ഒന്നാണ്, 5 അപ്പവും 2 മീനും കൊണ്ട് യേശു എത്ര പേരെ പോഷിപ്പിച്ചു? എത്ര പേരെ? 5000 പേരെ. ഇതല്ല അത്ഭുതം. എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് അവിടെ വന്നവരൊക്കെ തൃപ്തരായി എന്ന് പറയുന്നതാണ്. നമ്മൾ എവിടെയെങ്കിലും ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് പറയാതെ എന്തെങ്കിലും പോകാറുണ്ടോ? ഒരു കംപ്ലൈൻറ്റും പറയാതെ ആ മനുഷ്യർ പിരിഞ്ഞുപോയി, അല്ലേ? ഒരു കംപ്ലൈൻറ്റും പറയാതെ പിരിഞ്ഞുപോയി. കാരണം എന്താണ്? അവരെല്ലാം ഉള്ളിൽ ഒരു സായുജ്യം അടഞ്ഞു. അവരുടെ എല്ലാം ഉള്ളിൽ ഒരു സന്തോഷം നിറഞ്ഞു. അവർ ഭക്ഷിച്ചത് വെറും അപ്പമല്ല, മീനുമല്ല. അവർ ഭക്ഷിച്ചത് കർത്താവിൻ്റെ കൂട്ടായ്മയാണ്. കർത്താവിൻ്റെ കൂട്ടായ്മയുടെ അനുഭവക്കാരായപ്പോൾ അവരുടെ പരാതികൾ അവസാനിക്കുകയാണ്. They all experience the mighty presence of the Lord through that bread and fish. ആ അപ്പത്തിലൂടെയും ആ മീനിലൂടെയും അവർ അനുഭവിച്ചത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പ്രിയപ്പെട്ടവരെ. അത് അനുഭവിച്ചുകൊണ്ട് അവർക്ക് പരാതിയില്ല. ഞാൻ നാലാമത് പറയാൻ ശ്രമിക്കുന്നത്, let us turn our common meals into the communion meals എന്നാണ്. Let us turn our common meals into the communion meals. നമ്മുടെയൊക്കെ ഭക്ഷണ മേശകളെ കൂദാശ മേശകളാക്കി മാറ്റാം. നമ്മുടെ ഭക്ഷണ മേശകളെ കൂദാശ മേശകളാക്കി മാറ്റാം. അടുത്ത മാസം ആവുമ്പോൾ നമുക്ക് നോമ്പ് വരികയാണ്, അല്ലേ? 50 നോമ്പ്. നമ്മളെല്ലാവരും നോമ്പ് നോക്കുന്നവരുണ്ടാകാം. ചിലർ നോക്കും, ചിലർ നോക്കത്തില്ല. അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. നോക്കുന്നതും കുഴപ്പമില്ല, നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, നോക്കിയാലും നോക്കിയില്ലെങ്കിലും നമ്മൾ നോമ്പ് വീടും, അല്ലേ? നോക്കിയാലും നോക്കിയില്ലെങ്കിലും നമ്മൾ നോമ്പ് വീടും. അപ്പോൾ ഒരിക്കൽ ഒരിടത്ത്
ഭക്ഷണക്രമത്തെ, പൊളിറ്റിക്സ് ഓഫ് ഫുഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചില സമയങ്ങളിലൊക്കെ ഭക്ഷണം ക്രമപ്പെടുത്തുന്നത് നല്ലതാണ്, അല്ലേ? നിങ്ങൾ എന്നെ നോക്കണ്ട, ഭക്ഷണം ക്രമപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഈ നോമ്പെന്നൊക്കെ പറയുന്ന നല്ല ഭക്ഷണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് സാധാരണ ഭക്ഷണം, യോഹന്നാൻ കഴിച്ചിരുന്ന പോലെ യോഹന്നാൻ്റെ രീതിയിലുള്ള ഒരു മെനു സ്വീകരിക്കുക എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴാ കൂട്ടത്തിൽ ഒരു ചെറുക്കൻ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഈ നോമ്പ് കാലത്ത് അച്ഛൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനം എടുത്തു ഞാൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെജിറ്റേറിയൻ ഭക്ഷണമാണ്, ഇനി 50 ദിവസം അത് കഴിക്കത്തില്ല. പിന്നെ ഞാൻ എന്തോ കഴിക്കും? എന്ത് കഴിക്കും? നോൺ വെജ്. എന്തൊരു മിടുക്കനാണല്ലേ പ്രിയപ്പെട്ടവരെ! എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളതല്ല, എന്ത് കൂട്ടായ്മയാണ് എന്നുള്ളതാണ്. എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എവിടെ കഴിക്കണം, ഭക്ഷണത്തോടുള്ളൊരു വർജനത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ആ കൂട്ടായ്മയുടെ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ വന്ന് ഭക്ഷിച്ച് മടങ്ങിപ്പോയപ്പോൾ they all felt that they were not participating in a normal meal, they all were participating in a communion meal. അവരൊരു വലിയ കൂട്ടായ്മയുടെ ഭാഗമായി ദൈവരാജ്യത്തിൻ്റെ വലിയ ഭക്ഷണ കൂട്ടായ്മയിലേക്ക് അവരെത്തിച്ചേർന്നു എന്നുള്ളതാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, എൻ്റെ വാക്കുകൾ പൂർത്തീകരിക്കട്ടെ. യൂറി ഗഗാറിൻ, ഈ വാക്കറിയാമല്ലോ, ഇയാളിനെ അറിയാമല്ലോ അല്ലേ? യൂറി ഗഗാറിൻ ആരാണ്? ആരായാലും എന്നാ അച്ഛാ, അല്ലേ? ആരായാലും എന്നാ. 1961 ഏപ്രിൽ മാസം 12 സോവിയറ്റ് യൂണിയനിൽ നിന്നും ബഹിരാകാശ സഞ്ചാരിയായി, ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായി നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആകാശവിധാനത്തിൽ കയറിപ്പോയ മനുഷ്യനാണ് അദ്ദേഹം. മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണകർത്താവ്, അന്ന് റഷ്യ ഭരിച്ചിരുന്നത് ക്രൂഷ്ചേവാണ്. ക്രൂഷ്ചേവ് അദ്ദേഹത്തിൻ്റെ ഒരു വിരുന്ന് നൽകി, ഒരു വിരുന്ന് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ക്രൂഷ്ചേവ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വിളിച്ച് വിരുന്നൊക്കെ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം, കുറേ കാലമായി എനിക്കൊരു മനസ്സിലൊരു സംശയമുണ്ട്, ആരും കേൾക്കണ്ട, ഞാൻ ചോദിക്കട്ടെ, ഈ മേളിൽ പോയപ്പം മറ്റേ പുള്ളിയെ കണ്ടായിരുന്നോ? ഈ മേളിലെ, അല്ലേ? സാധാരണ പറയുന്ന ആളുകളൊക്കെ പറയുന്നത് മേളിൽ ആരിരിപ്പുണ്ടെന്നാ, അല്ലേ? സ്വർഗം, ദൈവമൊക്കെ. അപ്പം മേളിൽ പോയപ്പം ദൈവത്തെ കണ്ടോ? അപ്പോൾ യൂറി ഗഗാറിന് ഒരു സംശയടാ, ഞാൻ അത് കാണാനല്ലല്ലോ പോയത്. അതുകൊണ്ട് ഇങ്ങനെ സംശയത്തോടെ നോക്കിയിരുന്നപ്പോൾ ഈ ഭരണകർത്താവ് തന്നെ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇനിയും കണ്ടാലും കൊള്ളാം, കണ്ടില്ല, കണ്ടെങ്കിൽ മിണ്ടാതെ ഇരുന്നോണം. ഈ നാട്ടിൽ കണ്ടെങ്കിൽ എന്ത് ചെയ്തോണം? മിണ്ടാതെ ഇരുന്നോണം, കണ്ടെന്നാരോടും പറയരുത്. ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ വത്തിക്കാനിൽ അദ്ദേഹത്തിന് ഒരു വിരുന്ന് കിട്ടി. വത്തിക്കാനിൽ വിരുന്ന് മേശയിൽ പങ്കെടുക്കുമ്പോൾ പോപ്പ് ഇതേ ചോദ്യം ചോദിച്ചു, നമ്മളൊക്കെ ഈ പറഞ്ഞു നടക്കുന്ന ദൈവം അവിടെ കണ്ടോ? ഉടനെ പറഞ്ഞു, കണ്ടില്ലെങ്കിലും കണ്ടെന്നേ ഇവിടെ പറയാവൂ. കണ്ടില്ലെങ്കിലും കണ്ടെന്നേ ഇവിടെ പറയാം. ഒരു സാങ്കല്പിക കഥയാണിത്, അല്ലേ? പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കട്ടെ, നമ്മുടെയൊക്കെ വിശ്വാസം പലപ്പോഴും അതാണ്, കണ്ടാലും കണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല, കണ്ടിട്ടും അനുഭവിച്ചിട്ടും ഉണ്ടെന്ന് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വല്ലാത്ത വാക്വത്തിൽ, ശൂന്യതയിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് ഈ മണ്ണിന് ഒരു ഉപകാരമില്ലാതെ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, വാക്കുകൾ അടിവരയിട്ട് ഞാൻ പറഞ്ഞു കേട്ടെ. വി ആർ പീപ്പിൾ വിത്ത് റിലീജിയൻ, but we are people without faith. We are people with religion, but we are people without faith. നമുക്ക് മതമുണ്ട്, പക്ഷേ വിശ്വാസമുണ്ടോ? ജെയ്സൺ സ്റ്റാൻലി എന്ന് പറയുന്ന യെയിലിലെ ഒരു പ്രൊഫസർ അടുത്ത സമയത്ത് ഒരു പുസ്തകം എഴുതി, ഹൗ ഫാസിസം വർക്ക്. എങ്ങനെയാണ് ഫാസിസം ഉണ്ടാകുന്നത്? when people are over depending on religion rather than faith, the fascism will emerge. നമ്മളെല്ലാവരും അറിഞ്ഞും അറിയാതെയും നമ്മൾ കൊണ്ടു നടക്കുന്ന ദൈവവും കൊണ്ടു നടക്കുന്ന വിശ്വാസവും കൊണ്ടു നടക്കുന്ന മതവും ജീവനുള്ളതാണോ എന്ന് പരിശോധിക്കണം. അങ്ങനെ ജീവനില്ലാത്ത മതത്തെയും വിശ്വാസത്തെയും കൊണ്ടു നടന്നപ്പോഴാണ് യേശു പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുഖത്ത് നോക്കിയിട്ട് ഒരു വാക്ക് പറഞ്ഞു, കപടഭക്തിക്കാരെ, യു ഹിപ്പോക്രൈറ്റ്സ്. ആദ്യത്തെ ദിവസം പറഞ്ഞ സന്ദേശത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്, അല്ലേ? കുറച്ചാളുകൾ ഈ സാധുവായ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ യേശു അവരോട് പറയുന്നു, ലെറ്റ് us deal with the sin of hypocrisy. ഈ കപടഭക്തിയുടെ പാപത്തെ എതിരിടാത്തിടത്തോളം കാലം നമുക്ക് നിരന്തരമായി മുന്നേറ്റം നടത്തുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, let us have clarity in faith. Let us create community. Let us confront the Herod within us and outside us. Let us transform the the meal into the communion meal, and let us move with the real faith in God. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.